നമുക്കിന്ന് ഇതുപോലത്തെ ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്യാൻ നോക്കട്ടെ. ഇതിൻ്റെ മോഡൽ വന്നിട്ട് ഇതേപോലെ ഷോൾഡറിൽ ഇതുപോലെ സ്ട്രാപ്പാണ് വന്നിട്ട് ഇതുപോലെ സ്ട്രാപ്പ് വന്നിട്ട് ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ട് അങ്ങനെ നെക്കിൻ്റെ റൗണ്ടിൽ ഇലാസ്റ്റിക് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ മോഡൽ ഫ്രോക്ക് എങ്ങനെ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ. നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1.25 മീറ്ററിന് താഴെയുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തേക്കുന്നത്. ഒരു 1.25 മീറ്റർ താഴെ 1.25 കേട്ടോ. ഒന്നിനെ തന്നെ പേപ്പർ പാറ്റേണിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് 4 ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പേപ്പറിലായതുകൊണ്ട് ഇപ്പോൾ ഇത് 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതുപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക കേട്ടോ. മുകളിൽ ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. അതിന് ശേഷം നമുക്കുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പേപ്പറിൽ തന്നെ ഞാൻ തയ്യൽ തുമ്പും ഒക്കെ ഇതാക്കിയിട്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് 8 ഇഞ്ച് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് 9 ഇഞ്ചിൽ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ ഫസ്റ്റ്. അതിന് ശേഷം നമ്മളുടെ ഷോൾഡർ എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യണത് ഒരു 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ മോൾ അധികം തടിയില്ലാത്ത കാരണം കൊണ്ട് തന്നെ അത്ര കൊണ്ട് ഇത് വേണ്ട. അപ്പോൾ ഷോൾഡറിന് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു 4.5 ഇഞ്ചിന് താഴേക്കും മാർക്ക് ചെയ്യുക കേട്ടോ. ആ മോളിൻ്റെ അവിടേക്കും. അതുപോലെ ചെസ്റ്റ് വരുന്നത് 6 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ലൂസ് 5.5 വരുന്നത്. അപ്പോൾ ലൂസ് അടക്കമാണ് 6 ഇഞ്ച് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കിതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടേക്ക് ഷേപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. മുകളിലേക്ക് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ ആ ഒരു തന്നെയാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ 1.5 ഇഞ്ചും കൂടിയിട്ട് അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വരേണ്ട അളവ്. അതേപോലെ തന്നെ ഇത് വരുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 മുക്കാലൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ആം റൗണ്ട് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ നമ്മളിവിടെ ആം റൗണ്ടും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് മുകളിൽ സ്ട്രാപ്പ് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള മോഡലാണ് ചെയ്യുന്നത് കേട്ടോ. ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള മോഡലാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിന് സ്ട്രാപ്പ് കൊടുക്കണ കാരണം കൊണ്ട് തന്നെ നമുക്ക് അതാണ് മെയിനായിട്ട് ഇതിൽ കട്ട് ചെയ്യാനുള്ള ഒരു കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രാപ്പിന് എത്രയാണ് വേണ്ടത് വെച്ചെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് വൺ സൈഡിലേക്ക് സ്ട്രാപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 3 ഇഞ്ചിന് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കർവ് ചെയ്തിട്ട് കൊടുക്കണില്ല, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ആ സ്ട്രാപ്പിൻ്റെ ഒരു അളവിലേക്ക് വരച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് തുണി ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈ രീതിക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി ഓൾറെഡി നമ്മൾ ലൈനിങ് ഒന്നും കട്ട് ചെയ്യണില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെയല്ലേ കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് തുണിയൊന്നും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഇതിപ്പോൾ ഞാൻ 2 ഫോൾഡിൽ ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിലാവുമ്പോൾ ഇതൊരു 1 സൈഡിലേക്കാണുള്ളത് വരിക. അപ്പോൾ നമ്മൾ 4 ഫോൾഡിലാക്കിയിട്ട് വേണം കേട്ടോ ക്ലോത്തിൽ ചെയ്യേണ്ടത്. അതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ട്രാപ്പിന് ഇവിടെ മാർക്ക് ചെയ്ത അളവുണ്ടല്ലോ, നമ്മൾ ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ഇതാണ് നമ്മുടെ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യണത്. അതിന് ശേഷം നമ്മളിവിടെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അളവാണ് കേട്ടോ. ഇതിനൊക്കെ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കുക. ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു അളവിലാട്ടോ സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ ലെങ്ത്താണ് നമുക്ക് സ്ട്രാപ്പിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കളയാതെ വെക്കണം കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യാൻ പോണത് നെക്കിൻ്റെ അകലം ഒരു 2.5 ഇഞ്ചൊക്കെയാണ് കേട്ടോ നെക്കിൻ്റെ അകലം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 2.5 ഇഞ്ച് 2.5 to 3 ഇഞ്ചൊക്കെ കൊടുക്കാം. സ്ട്രാപ്പായ കാരണം കുറച്ചൊരു നെക്ക് വൈൽഡായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ 2.5 ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 1 ഇഞ്ചിൻ്റെ സ്ട്രാപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് ഇവിടെ
ഇതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു അരഞ്ചിൻ്റെ അടുത്ത് ഏകദേശം തയ്യൽ തുമ്പ് 2 സൈഡിൽ നിന്നും പോകും. അപ്പോൾ അതും കൂടി ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ അരഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, അവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കൂടി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് നമ്മൾ ഈ രീതിക്ക് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ക്ലോത്തിൽ ഈ യോക്ക് പോർഷൻ ഇതേപോലത്തെ പീസ് 2 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ തുണി നമ്മളിവിടെ 4ആക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഈ പാറ്റേൺ ഇതേപോലെ ഈ പാറ്റേൺ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പാറ്റേണിൻ്റെ കറക്റ്റ് അളവിലേക്ക് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മുകളിൽ സ്ട്രാപ്പ് വെക്കാനില്ല, അതായത് നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഒരു സ്ട്രാപ്പ് പോലത്തെ സംഭവം ചെയ്യണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു 5 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് 5 ഇഞ്ച് ലെങ്ത്തിലും പിന്നെ അതുപോലെ വിഡ്ത്ത് വേണ്ടത് ഒരു സൈഡിലേക്ക് 36 കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിൽ മൊത്തം 40 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 40 ഇഞ്ചിൻ്റെ അല്ല 36 ഇഞ്ച് 36 to 37 ഇഞ്ചൊക്കെ കേട്ടോ വേണ്ടത് നമുക്ക് ഒരു സൈഡിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ 40 ഉണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് അതിന് സ്ട്രാപ്പിന് വേറെ എന്തെങ്കിലും യൂസ്. അപ്പോൾ ഞാൻ 40ൻ്റെ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ട് ചെയ്യുന്നത്. 5 ഇഞ്ച് ലെങ്ത്തും അതേപോലെ തന്നെ ഒരു 36-37 ഇഞ്ചൊക്കെ വിട്ടുള്ളൊരു പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് ചുരുക്കണതാണ്. അപ്പോൾ 1-2 ഇഞ്ചിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ഒരു സൈഡിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസും കൂടി ഇനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇതേപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 2 പീസ് ഇതിപ്പോൾ 40 ഇഞ്ച് വിട്ട് വരുന്നുണ്ട്, 5 ഇഞ്ച് ലെങ്ത്തിൽ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷനും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി യോക്കിലേക്ക് നമുക്ക് ഇനി സ്ട്രാപ്പാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ബാലൻസ് പീസ് എന്ന് പറയുന്നത് ഇനി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിന്ന് സ്കേർട്ട് പോർഷനും കിട്ടണം, സ്ട്രാപ്പും കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തു നിന്ന് സ്ട്രാപ്പിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക ചെയ്യണം. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള സ്ട്രാപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 2 ഇഞ്ച് 2 അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്ന് 2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഡബിളാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതായത് ഇതിപ്പോൾ 1 സൈഡാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ സ്ട്രാപ്പ് വരിക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരിക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ ഈ പാറ്റേൺ വെച്ച് നോക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് തയ്യൽ തുമ്പും കാര്യങ്ങളും ജോയിൻ ചെയ്യാനുള്ളതും ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചൊന്നും കൂട്ടിയാൽ കുഴപ്പമില്ല. കാരണം സ്ട്രാപ്പ് ഡ്രസ്സ് ആകുമ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടാണല്ലോ എടുക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ട്രാപ്പിന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് അത് കട്ട് ചെയ്യുന്നുള്ളൂ. ബാലൻസ് ഉള്ള ക്ലോത്ത് എന്ന് പറയാൻ ഇതാണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്കേർട്ട് പോർഷന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ലെങ്ത്ത് കുറവായിട്ട് കിട്ടുക. കാരണം 14 ലെങ്ത്ത് ഉള്ളൂ. അപ്പോൾ നമുക്കത് പോരാ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ രീതിക്കാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ബാലൻസ് ഉള്ള ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കിനി സ്കേർട്ട് പോർഷൻ ചെയ്യാണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ആം ഹോളിൻ്റെ ഒരു പോർഷൻ ഫിനിഷ് ചെയ്തെടുക്കാനുള്ള ക്രോസ് പീസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് ഇതുപോലെ ഞാൻ 2ആക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് ഇവിടെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും, പക്ഷെ നമുക്ക് ലെങ്ത്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ലെങ്ത്ത് ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് കുറവാണ്ടാവുക. ഇതിലിപ്പോൾ 1 സൈഡ് വരുന്നത്
15 കേട്ടോ. കറക്റ്റ് നമ്മുടെ യോക്കിൻ്റെ ഡബിൾ, അതായത് 7 ഇഞ്ചാണ് നമ്മുടെ യോക്ക് പോർഷൻ ഫിനിഷിങ്, അതിൻ്റെ ഡബിളാണ് ഇപ്പോൾ കറക്റ്റ് വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് 15 ഇഞ്ചേ വരുന്നുള്ളൂ. അതല്ല നമുക്ക് ശരിക്ക് പ്ലീറ്റ്സ് കുറച്ചും കൂടി നല്ല ഫ്ലെയറായിട്ട് നിൽക്കണം, കുറച്ചുകൂടി നല്ലതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ഇപ്പോൾ ഒരു കുറഞ്ഞ ക്ലോത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒരു 16 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാനിവിടെ 17 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഇത് ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് സൈഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 2 പീസേ വേണ്ട. അപ്പോൾ ഇവിടേക്ക് കിട്ടും, ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനത്തെ ഇതേപോലെ തന്നെ നമുക്ക് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ താഴെ വശത്ത്, അതായത് ബാക്ക് സൈഡിൽ കെട്ടാനുള്ളൊരു വള്ളി വേണം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാനിതിന്ന് ബാലൻസ് ഉള്ള ക്ലോത്തുനിന്ന്, നമ്മളധികം വീതിയിൽ ചെയ്യണില്ല കേട്ടോ, കാരണം ഇതിൽ ഒന്നാമത്തെ ക്ലോത്ത് ഇല്ല, ഇത്രയും വീതിയിലാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാനൊരു ഏകദേശം, ഒരുപാട് ലെങ്ത്ത് കൂടിയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഇവിടെ ഒരു 19 ഇഞ്ച് 18 ഇഞ്ചൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. ഇത്രയും മതി. എന്നിട്ട് ഇതിന് നമ്മൾ 2 ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബാക്കിലേക്കുള്ളത് കഴിഞ്ഞ് ഇതിന്ന് നമുക്കിനി ഈ യോക്ക് പോർഷൻ്റെ, അതായത് ഈ 4 ഭാഗവും നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്, ഈ 4 വശം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ഈ ക്രോസ് പീസ് ഇതുപോലെ ഫസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ വെച്ചെങ്കിൽ, ഇതേപോലെ ഈ ക്രോസ് പീസ് ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഫസ്റ്റ്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് വരാം കേട്ടോ. അതുപോലെ എല്ലാ ഭാഗത്തും കേട്ടോ, 4 സൈഡിലും ആ മുകളിലെ ഭാഗത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക, ക്രോസ് പീസിനൊന്ന് ഫോൾഡ് ചെയ്ത്, ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടും ചെയ്യുക, അതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മറിച്ചിട്ട് അടിക്കുക. അപ്പം നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് മടക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പിന്നെ ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ക്രോസ് പീസ് 4 ഭാഗത്തും വെച്ചതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ യോക്ക് പോർഷൻ ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഷോളിലേക്ക് ഇനി സ്ട്രാപ്പ് ഒക്കെ യോക്ക് പോർഷൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ട്രാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ഒരു 2 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളിതിനെ തിരിച്ച് മടക്കിയിട്ട് അതുപോലെ 2 പീസ് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷൻ്റെ മുകളിലേക്ക് ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു പീസ് വെക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 പീസും കൂടി എടുത്തിട്ട്, ഇതിപ്പോൾ ക്ലോത്ത് ഇല്ലാത്തതാണ് കേട്ടോ ഞാൻ 2 ആക്കിയിട്ട് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഒരൊറ്റ പീസാക്കിയിട്ട് തന്നെ നമുക്ക് ഇത് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല വശം അങ്ങനെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക 2 സൈഡും. അതിന് ശേഷം ഇതിൻ്റെ അരികു വശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് മടക്കി അടിച്ചിട്ട് വരിക കേട്ടോ. നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് യോക്ക് പോർഷനിൽ കൊടുക്കാനുള്ള ആ ഒരു പീസ് ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ 4 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം ഒരു 24, അതായത് നമ്മുടെ യോക്ക് പോർഷൻ്റെ റൗണ്ട് ഉണ്ടല്ലോ അതിനൊക്കെ ഒരു 1-2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് റൗണ്ട് വേണ്ടത് ഒരു 25 ഇഞ്ചായിട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ഈ 4 ഇഞ്ച് ഇലാസ്റ്റിക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമേ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പാൻറ്റിൻ്റെ ഇത് ചെയ്യണ പോലെ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് മാർക്ക് ചെയ്യുക, ഈ ഇലാസ്റ്റിക് വെച്ചിട്ട്
ഇതേപോലെ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിത് സൂചിപ്പിന് വെച്ചിട്ട് ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് മോൾ ഭാഗം അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷനിലേക്കുള്ള സ്ട്രാപ്പ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിപ്പ് വരുന്ന ഭാഗം ഇതുപോലെ താഴെ ഭാഗത്തേക്ക് ആക്കിയിട്ട് നന്നായി അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. മോൾ ഭാഗം നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ അടിയിലേക്കാക്കിയിട്ട് മോൾ ഭാഗത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ യോക്ക് പോർഷൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒപ്പം വെച്ചിട്ട് നമ്മൾ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ വരേണ്ടത് പൊട്ടവശത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഈ ഒരു ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ സ്ട്രാപ്പിൻ്റെ അളവ് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ സ്ട്രാപ്പിൻ്റെ അളവ് നോക്കിയിട്ടില്ല. കറക്റ്റായിട്ട് നമുക്ക് എത്രയാണ് വേണ്ടിച്ചെങ്കിൽ 8 ഇഞ്ച് ആണെങ്കിൽ 8 ഇഞ്ച് ഒരു സൈഡ് വെക്കുക. എന്നിട്ട് ഇവിടെ കറക്റ്റ് അളവാക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 8 ഇഞ്ച് ആണെങ്കിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണ്ട സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഇവിടെ വരുന്ന ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ യോക്ക് പോർഷൻ ആദ്യം ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ റൗണ്ട് ചെയ്തിട്ട് അത് രണ്ടും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ യോക്ക് പോർഷനിൽ ഇതുപോലെ സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇതേപോലെ നമ്മളിവിടെ ഇലാസ്റ്റിക് വെക്കാനുള്ള ഒരു ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഗ്യാപ്പിൽ കൂടെ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കി കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഇലാസ്റ്റിക് ഇത് കംപ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം നമ്മൾ 2 ഭാഗം ജോയിൻ ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഞാൻ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് വലിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിലേക്ക് ഈ ക്ലോത്തിനും ഇലാസ്റ്റിക്കിനും കൂടിയിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിൽ നമ്മളിതിനെ നന്നായി വലിച്ചു കൊടുത്താൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തിക്കോളൂ കേട്ടോ ഇലാസ്റ്റിക്. അതിൻ്റെ ശേഷം നമ്മുടെ യോക്ക് പോർഷൻ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല വശം ഇതേപോലെ നമ്മൾ ഈ ഫ്രില്ലിട്ടതിൻ്റെ സെൻറ്റർ ഭാഗം അതേപോലെ തന്നെ ഈ യോക്ക് പോർഷൻ്റെ സെൻറ്റർ ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ, അപ്പോൾ ഇതിൻ്റെ യോക്കിൻ്റെ സെൻറ്റർ ഭാഗം രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി അതേപോലെ തന്നെ ഇതിന് രണ്ടാക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യട്ടെ. അതിന് ശേഷം ഈ സെൻറ്റർ ഭാഗം അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത പീസ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒപ്പം വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിങ്ങനെ ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഈ സ്ട്രാപ്പ് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ അതേപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇതുപോലെ വലിച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ യോക്ക് പോർഷനിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ശേഷം നമുക്കിനി സൈഡ് വശം ഇതിൻ്റെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനെ ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്കേർട്ട് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ അരികു വശത്ത് കൂടെ ഒരു ലോങ് സ്റ്റിച്ച് വലിയൊരു സ്റ്റിച്ച് ആദ്യം ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ നൂലിട്ടിട്ട് വലിച്ചിട്ടുള്ള പ്ലീറ്റ്സ് എടുക്കില്ല, അങ്ങനെ ചെയ്യണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റിച്ച് എൻ്റെ ലെങ്ത്ത് 5ലേക്ക് ആക്കിയിട്ട് ഒരൊറ്റ സ്റ്റിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ അങ്ങനെ കൊടുക്കുക. ബാക്ക് സൈഡിലേക്ക് കെട്ടാനുള്ള ഇത് ടൈ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് മറിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് 2 നൂലുണ്ടാവില്ല, അപ്പോൾ അതിന് ഒരു നൂല് മാത്രം എടുക്കുക കേട്ടോ. ഒരു നൂല് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു നൂല് മാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ വരും കേട്ടോ. കുഞ്ഞത് നമ്മളിതുപോലെ ഫുള്ളായിട്ട് ഈ പ്ലീറ്റ്സ് ഇട്ടത് ഇതുപോലെ ബോഡി പാർട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. യോക്ക് പോർഷൻ്റെ അടിഭാഗമാണ് വരുന്നത്. അവിടേക്ക് നമ്മൾ ഈ ഫ്രില്ലിട്ട ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ,
ഇതുപോലെ. അപ്പോൾ നമ്മൾ ഈ 1.5 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടില്ല, ആ ഒരു ഭാഗത്തേക്ക് ഫ്രില്ല് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനെ നീക്കി കൊടുത്തിട്ട് ഇവിടെ മാത്രം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ബാക്കി ഈ ഫ്രില്ലിനെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇവിടേക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഫ്രില്ലിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ യോക്ക് പോർഷനും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രില്ലിട്ടിട്ടുള്ള പീസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ട് വരാം കേട്ടോ ഫസ്റ്റ്. അപ്പം നമ്മൾ യോക്ക് പോർഷൻ്റെ താഴെ ഇതുപോലെ 2 സൈഡും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതേപോലെ ഇതിപ്പോൾ നല്ല വശമാണ് വരുന്നത്. ഈ നല്ല വശത്ത് ഇതേപോലെ ഈ സൈഡിൽ നമ്മൾ ഈ യോക്കിൻ്റെ എൻഡ് ഭാഗം വരുന്നില്ല, അവിടെ ഈ ഭാഗത്ത് ഇതുപോലെ കെട്ടാനുള്ള ടൈ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെറുതായിട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗം മാത്രമാണ് ഇതിൻ്റെ ഓപ്പൺ സൈഡ് വരുന്നത്. അപ്പോൾ ആ ഓപ്പൺ സൈഡ് വരുന്ന ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് വരുന്ന പോലെ ഇങ്ങനെയാണ് വേണ്ടിട്ട് വെക്കേണ്ടത്. ഇതുപോലെ നമ്മളിപ്പോൾ ഇത് യോക്ക് വാഷിൻ്റെ നമ്മളെ ഫ്രോക്കിൻ്റെ നല്ല വശമാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ഇവിടെ കൊടുക്കുക, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം, അതായത് ഫ്രണ്ട് പോർഷൻ, ഇതിപ്പോൾ ബാക്ക് സൈഡാണ് ഫ്രണ്ട് പോർഷൻ, ഇതേപോലെ നമ്മൾ ഇതുപോലെ മറിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഇവിടുന്ന് നോർമലായിട്ട് സൈഡ് കൂട്ടില്ല, ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ അടിഭാഗം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച്. ഇപ്പോൾ ഇതിൽ ലൈനിങ് വെക്കാനുള്ള ഞാൻ സിമ്പിളായ രീതിയിൽ കാണിക്കുന്നത്. ലൈനിങ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് കൂടി കിട്ടും. അപ്പോൾ ലൈനിങ് വെക്കാണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിഭാഗം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വള്ളിയൊക്കെ വെച്ച് ഒക്കെ ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗമൊക്കെ മടക്കിയടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടിയും കാണാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.